2019 ആദ്യ സിനിമയായി ആലോചിച്ച കഥ. എന്നാൽ ചില കാരണങ്ങളാൽ നായകനെ വരെ ഉറപ്പിച്ച ആ കഥ നടക്കാതെ പോകുന്നു. തുടർന്ന് ഫാൽമി എന്ന ആദ്യ ചിത്രവുമായി പ്രേക്ഷകരുടെ മുന്നിലേക്ക്. വലിയ വിജയമായ സിനിമ നിതീഷ് സഹദേവ് എന്ന പുതുമുഖ സംവിധായകനെ പരിചയപ്പെടുത്തുന്നു. നർമ്മം നിറഞ്ഞ മുഹൂർത്തങ്ങളാലും ആർക്കും റിലേറ്റ് ആകുന്ന കഥാഗതിയാലും ഫാൽമി പ്രേക്ഷകരുടെ കയ്യടി നേടി. തുടർന്ന് നിതീഷ് മമ്മൂട്ടിയെ നായകനാക്കി ഒരു സിനിമ പ്രഖ്യാപിക്കുന്നു. എന്നാൽ ആ ചിത്രവും നീണ്ടുപോകുന്നു. പക്ഷേ അപ്പോഴും ഭാഗ്യം നിതീഷിനെ കൈവിടുന്നില്ല. 2019 ഡ്രോപ്പ് ചെയ്ത ആ കഥയുമായി അയാൾ തമിഴ്നാട്ടിലേക്ക് വണ്ടി കയറി. ഒരിക്കൽ ഉപേക്ഷിച്ച, ഇനി ചെയ്യണ്ട എന്ന് വരെ തീരുമാനിച്ച ആ കഥ ഇന്ന് തമിഴ് പ്രേക്ഷകരെ മുഴുവൻ ചിരിപ്പിക്കുകയാണ്. ജീവനായകനെത്തിയ തലൈവർ തമ്പി തലമേൽ എന്ന സിനിമ ഹിറ്റാകുമ്പോൾ നിതീഷ് സഹദേവ് എന്ന സംവിധായകന്റെ തലവര കൂടിയാണ് മാറുന്നത്. ഒരു കല്യാണം, ഒരു മരണം, ഇത് നടക്കുന്നതാകട്ടെ ഒരേ കോമ്പൗണ്ടിലുള്ള വീടുകളിൽ. ഹ്യൂമറിന് അസാധ്യ ചാൻസ് ഉള്ള ഒരു കഥാഗതി. പക്ഷേ ഒന്ന് തെന്നി മാറിയാൽ കൈവിട്ടു പോകുന്ന പശ്ചാത്തലം. എന്നാൽ നിതീഷ് സഹദേവ് എന്ന മേക്കർ തെല്ലും ഭയപ്പെടുന്നില്ല. എന്റർടൈൻമെന്റും കയോസും തമാശയുമെല്ലാം ചേർത്ത് 2 മണിക്കൂറിൽ താഴെ നിന്ന് സിനിമ നമ്മളെ ചിരിപ്പിക്കുന്നു. മലയാളത്തിൽ നിന്ന് തമിഴിലേക്ക് വളരെ റോ ആയ ഒരു കോമഡി സിനിമയുമായി എത്തുമ്പോൾ സംഭവിക്കാവുന്ന പരിമിതികളെയും പ്രശ്നങ്ങളെയും എല്ലാം നിതീഷ് മറികടക്കുന്നുണ്ട്. അതെല്ലാം ഗംഭീര എഴുത്തിൻ്റെയും പ്രകടനത്തിൻ്റെയും ബലം കൊണ്ടുകൂടിയാണ്. ഫാമിലി പോലെ തന്നെ റിലേറ്റബിൾ ആണ് ഇവിടെയും തമാശകളും സിറ്റുവേഷനുകളും. മരണവും കല്യാണവും ഒന്നിച്ചെത്തുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കാവുന്ന ചിരിയും ബഹളവും ദുഃഖവുമെല്ലാം തലൈവർ തമ്പി തലമയിലും വന്നു പോകുന്നുണ്ട്. ജീവ എന്ന നടന്റെ തിരിച്ചുവരവാണ് ഈ സിനിമ. താനൊരു നല്ല അഭിനേതാവാണെന്ന് പലതവണ ജീവ പ്രൂവ് ചെയ്തിട്ടും ബോക്സ് ഓഫീസ് തുണയ്ക്കാതിരുന്നത് ജീവയെ വർഷങ്ങളായി പിന്നോട്ടടിച്ചിരുന്നു. അവയ്ക്കെല്ലാമുള്ള മറുപടിയാണ് തലൈവർ തമ്പി തലമയിൽ. ഒട്ടും ഹീറോയ്ക്കല്ലാത്ത വേഷം, കഥാപാത്രങ്ങളിൽ ഒരുവനായി വന്നുപോകുന്ന പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വേഷം, അതൊട്ടും ഈഗോ ഇല്ലാതെ ജീവ ഗംഭീരമാക്കി. സൂപ്പർ താരത്തിനെ പ്രീതിപ്പെടുത്താനുള്ള വിദ്യകൾ ഒന്നും ചേർക്കാതെ ജീവയെ ആ നാട്ടിലെ സാധാരണക്കാരനായി മാത്രം മാറ്റുന്നു നിതീഷ് സഹദേവ്. നിരവധി അഭിനേതാക്കളുടെ കൂടി കയ്യൊപ്പ് തലൈവർ തമ്പി തലമയിൽ പതിഞ്ഞിട്ടുണ്ട്. കല്യാണച്ചക്കനായി വന്ന നടൻ അവരുടെ മാർത്താണ്ഡം കന്യാകുമാരി തമിഴെല്ലാം ചിരി പടർത്തി. തമ്പി രാമയ്യയും ഇളവരസുമെല്ലാം തങ്ങളുടെ ഭാഗം ഗംഭീരമാക്കി. അങ്ങനെ നിരവധി അഭിനേതാക്കൾ. ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് 31 കോടിയോളം സിനിമ നേടിയെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ 2026 തമിഴിലെ ആദ്യത്തെ ഹിറ്റാണ് തലൈവർ തമ്പി തലമയിൽ. പൊങ്കൽ റിലീസുകളിൽ ഒപ്പമിറങ്ങിയ വമ്പൻ സിനിമകളെയെല്ലാം മറികടന്നാണ് ജീവ ചിത്രത്തിന്റെ ഈ നേട്ടമെന്ന് ഓർക്കണം. അടുത്തതായി മമ്മൂട്ടി ചിത്രവുമായിട്ടാണ് നിതീഷിന്റെ വരവ്. ഒരു പക്ക ആക്ഷൻ സ്റ്റൈൽ സിനിമയാകും ഇതെന്നാണ് നിതീഷിന്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. കയോസും ആക്ഷനും കോമഡിയുമെല്ലാം കൃത്യമായി അവതരിപ്പിക്കാൻ കഴിയുന്ന നിതീഷിന് മമ്മൂട്ടി ചിത്രം ഒരു വമ്പൻ വിജയമാക്കാൻ കഴിയട്ടെ. നിലവിൽ ഒരു കിടിലൻ കൊമേഴ്ഷ്യൽ സിനിമ മിസ് ചെയ്യുന്ന മലയാളത്തിലെ ആ ഗ്യാപ്പ് നികത്താൻ നിതീഷിനാകട്ടെ.